ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ അത്ഭുതകരമായിട്ട് സംസാരിക്കാതെ ഇരിക്കുന്ന കുട്ടികൾ സംസാരിക്കുന്ന തരത്തിലുള്ള ഒരു കർമ്മത്തെ നമുക്ക് മനസ്സിലാക്കാം. ആ ഒരു കർമ്മം നമ്മൾ വീട്ടിലാണ് ചെയ്യേണ്ടത്. അതും ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്താൽ മതിയാകും. നമുക്ക് അതിന് അനുകൂലമായിട്ടുള്ള ഏറ്റവും നല്ല ദിവസം, മറ്റു ദിവസങ്ങളിലൊന്നും ഇതിന് വിധിയില്ല. അതുകൊണ്ട് ആ ദിവസങ്ങളിൽ വേണ്ട, നമുക്ക് തിങ്കളാഴ്ച മാത്രം മതി. അപ്പോൾ ഈ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങളായിരിക്കും സംഭവിക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ഒരു സമയത്ത് കൂടി ഇങ്ങനെ കണ്ടു. ശബരിമലയ്ക്ക് പോയ ഒരു കുട്ടി, സംസാരിക്കാൻ ശേഷിയില്ലാതിരുന്ന ഒരു കുട്ടി ശബരിമലയ്ക്ക് പോയി ആൾ സംസാരിച്ചു എന്ന് പറഞ്ഞ് കണ്ടു. അതുപോലെയൊക്കെ പല ക്ഷേത്രങ്ങളിൽ പോയിട്ടും നമ്മുടെ മൃദംഗശൈലേശ്വരി ക്ഷേത്രത്തിലൊക്കെ ഇതുപോലെയുള്ള അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. അപ്പോൾ അതുപോലെയൊക്കെ തന്നെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ നമുക്കൊരു അത്ഭുതം സംഭവിക്കുകയെന്നുണ്ടെങ്കിൽ അത് നമുക്കതിനെ വിശ്വസിക്കാൻ പറ്റില്ല. അത് നടന്നോ ഇല്ലയോ എന്ന് കുറച്ച് നേരത്തേക്ക് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ഭുതങ്ങളായിരിക്കും നടക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഭഗവതി ഭദ്രകാളിയെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും എൻ്റെ പേഴ്സണലായിട്ട് രാവിലെയും രാത്രിയും എപ്പോഴും ഞാൻ എൻ്റെ ഭഗവതിയാണ് ഏറ്റവും കൂടുതൽ വിളിക്കാറുള്ളത്. അപ്പോൾ അത് എനിക്കെന്തോ അതൊരു 100% റിസൾട്ട് കിട്ടും, എന്താ പറയുക, അതിന് റിസൾട്ട് ഇല്ലാതെ പോവില്ല എന്ന് അത്രയ്ക്കും ഉറപ്പാണ്, അത്രയ്ക്കും ഒരു വിശ്വാസമാണ്. അത് ഈ കാളിയുടെ ശക്തിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസം എനിക്ക് ഒന്നും പ്രാർത്ഥിക്കാനോ ഒന്നും ഉള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ രാവിലെ പ്രാർത്ഥിക്കാതെ പോയി. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ ആകെപ്പാടെ പ്രശ്നങ്ങളാണ്, ഒരു കാര്യവും ശരിയാവുന്നില്ല. ലാസ്റ്റ് ഞാൻ ഒരു ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് അമ്മയുടെ ഒരു 11 പ്രാവശ്യം വരും ഞാൻ ഉപയോഗിക്കുന്ന ഒരു മന്ത്രം ജപിച്ചു. അത് ജപിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ പറയുക, അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് ഞാൻ വിചാരിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. പല പ്രാവശ്യം അങ്ങനെ എന്താ പറയുക, ബാങ്കിൽ ലോണിൻ്റെയൊക്കെ ആവശ്യത്തിന് പോകുന്ന സമയത്ത് ലോണൊക്കെ എടുക്കുന്നവർക്കറിയാം ബാങ്കിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന്. ആ ഒരു സമയത്തൊക്കെ ഞാൻ ഈ ഒരു മന്ത്രം ഒരു 11 പ്രാവശ്യം ജപിക്കുകയെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് അത് അത്രയും പെട്ടെന്ന് നമ്മൾ വിചാരിക്കാത്ത ആരെങ്കിലുമൊക്കെ വന്നായിരിക്കും സഹായിക്കുന്നത്. പേപ്പേഴ്സൊന്നും ഇല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല, അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതം. ഞാൻ നോക്കിയിട്ട് ഈ ലോകത്ത് ഏറ്റവും വേഗതയും ഏറ്റവും ശക്തിയും ഏറ്റവും എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും എനിക്ക് എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ തോന്നുന്നത്. അത് എത്രയോ വേഗമെന്ന് പറഞ്ഞാലും എത്ര അനുഗ്രഹമെന്ന് പറഞ്ഞാലും മതി വരത്തില്ല. അതുപോലൊരു ശക്തി ചൈതന്യമാണ് കാളി എന്ന് പറയുന്നത്. ആ കാളിയുടെ ആ ഒരു ശക്തി ചൈതന്യത്തോട് അല്ലെങ്കിൽ അതിനോട് കടപിടിക്കുന്ന രീതിയിൽ ഇന്നോളം എനിക്കൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ആയുസ്സിനെ രക്ഷിക്കാൻ മഹാദേവനും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കാളിയും എനിക്ക് അത്രത്തോളം വളരെ എഫക്റ്റ് തോന്നിയിട്ടുള്ള 2 ദേവതകളാണ്. അപ്പോൾ അതിന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമുക്ക് വളരെ പെട്ടെന്നൊരു സൊല്യൂഷൻ വേണം. നമുക്കൊരു പ്രശ്നമുണ്ട്, പക്ഷേങ്കിൽ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്നറിയില്ല. പ്രശ്നം പരിഹരിക്കാൻ വേണ്ട ഒരു ഗൈഡൻസ് തരാൻ പോലും നമുക്ക് ആരുമില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഗൈഡൻസ് വേണ്ടിയിട്ട് നിമിഷ നേരം കൊണ്ടായിരിക്കും ഒരാൾ വന്നിട്ട് ഗൈഡൻസ് തരുന്നു, നമ്മൾ കടന്നു പോകുന്നു, അതൊക്കെയായി പിന്നെ നമുക്കവിടെ സങ്കടങ്ങളില്ല. അപ്പോൾ അതുപോലെ തന്നെ ചില സ്ഥലത്തൊക്കെ, അതായത് സ്ഥിരമായിട്ട് ജോലി അവിടെയാണ്, പക്ഷെ നാട്ടിലേക്ക് വരാൻ യാതൊരു നിവൃത്തിയില്ലാത്ത സാഹചര്യം വരികയാണ്. അവർക്കൊരു ട്രാൻസ്ഫർ വേണം, വീട്ടിലുള്ളവർക്ക് സുഖമില്ല, അല്ലെങ്കിൽ കുട്ടികൾ ഹോസ്പിറ്റലിൽ, എന്നാലും അവിടെ നിന്ന് ട്രാൻസ്ഫർ കൊടുക്കില്ല. ഒന്നെങ്കിൽ അവരുടെ വർക്ക് എഫിഷ്യൻസി കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനെയൊക്കെ ഒത്തിരി പേര് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ടാണ്, 24 മണിക്കൂറിനുള്ളിൽ അതിന് റിസൾട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ്. ചിലരാണെങ്കിൽ ഗൾഫിലൊക്കെ ആരെങ്കിലും മറ്റുള്ളവർ, അതായത് സുഹൃത്തുക്കളൊക്കെ വേണ്ടിയിട്ട് ജാമ്യം നിന്ന് പൈസ എടുക്കുക, ലാസ്റ്റ് ആ സുഹൃത്തുക്കളൊക്കെ രക്ഷപ്പെട്ടു, ഇവർ മാത്രം അവിടെ പെട്ടുപോയി, നാട്ടിലേക്ക് വരാൻ പറ്റാതെ കടവും പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് ചെയ്യാം. ഇനിയിപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ പേരിന് അവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ആൾക്കാർക്ക്, അവരുടെ ബന്ധുക്കൾക്കോ ഒക്കെ ഇത് ചെയ്യാവുന്നതാണ്. പിന്നെ ചില സ്ഥലത്ത് അല്ലെങ്കിൽ ചില സാഹചര്യത്തിലൊക്കെ നമ്മൾ പെട്ടുപോകും. അതായത് നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്, അല്ലെങ്കിൽ നമ്മൾ ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചെന്ന് ചേർന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ നമുക്ക് തിരിച്ച് കിട്ടാത്ത അവസ്ഥ. അതുപോലെ നമ്മൾ ഇപ്പോൾ ഡിഗ്രി പി ജി ഒക്കെ ചെയ്ത് കഴിഞ്ഞവർക്കറിയാം, നമ്മുടെ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് മതി, അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്കും ഇല്ലെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് എത്രത്തോളം കടന്ന് ഓടിയിട്ടുണ്ടാകുമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുപിടിയെന്നൊരു റിസൾട്ട് ഉണ്ടാകാം.
അപ്പം നമ്മളല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേപ്പേഴ്സൊക്കെ വെരിഫിക്കേഷന് വെക്കുമ്പോൾ ആ പേപ്പേഴ്സ് നമുക്ക് മറ്റൊരു തരത്തിലാണത്. അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നില്ല. തരാമെന്ന് പറയുന്നുണ്ട്, കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളത്. പിന്നെ ഈ ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ചില പേപ്പേഴ്സൊക്കെ വേണം, പഞ്ചായത്ത്, വില്ലേജ് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾക്കുള്ള വളരെ പെട്ടെന്നൊരു ഫലം കിട്ടുന്ന ഒരു വഴിപാടാണിത്. കൂടുതലായിട്ടും നമുക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട സേവനങ്ങൾ മറ്റുള്ളവർ പിടിച്ചു വെക്കുന്നതിൽ നിന്നും ഒക്കെ നമ്മളെ വളരെ എളുപ്പം രക്ഷിക്കുന്ന ഒരു മാർഗ്ഗമാണ്. പിന്നെ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നില്ല, അവർ മറ്റുള്ള കൂട്ടുകെട്ടുകളിൽ പെട്ട് അങ്ങനത്തെ ഒരു മോശം വഴിയിലേക്ക് തിരിഞ്ഞു പോവുകയാണ്, നമ്മുടെ നിയന്ത്രണത്തിലേക്ക് അവർ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടുന്ന് ആ മോശം വഴിക്കുന്ന അവരെ പിന്തിരിപ്പിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗ്ഗമാണിത്. അതുപോലെ ബിസിനസ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ പണം കടം കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ സാധനങ്ങൾ ക്രെഡിറ്റിൽ കൊടുത്തിട്ട് അവർ ആ പൈസ തരാതെ നമ്മളെ ഇട്ട് വട്ടം ചുറ്റിക്കുക, നമ്മുടെ ബിസിനസ് തകർക്കുക എന്ന ഉദ്ദേശത്തോടെ പലരെ കടത്തിനായിട്ട് പറഞ്ഞു വിടുക, പണം തരാതെ ഇരിക്കുക. അതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സിന് ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മളായിട്ട് തന്നെ അവരോട് ദേഷ്യപ്പെടുന്ന തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുക. അങ്ങനത്തെയുള്ള ബിസിനസ്സിൽ ഒത്തിരി തിരിച്ചടികൾ വരാം. അതുപോലെ നമ്മൾ എടുത്തു വയ്ക്കുന്ന സാധനങ്ങൾ സ്റ്റോക്ക് അവിടെ തന്നെ ഇരുന്ന് പോകുക, അത് ക്ലിയർ ആവാതെ ഇരിക്കുക. ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊരു സ്റ്റോക്ക് ക്ലിയറൻസ് ഇട്ടിട്ട് പോലും ഞങ്ങളുടെ സാധനങ്ങൾ വിറ്റ് പോകുന്നില്ല, ലാസ്റ്റ് ഗതി കെട്ടിയിട്ട് അത് തൂക്കി വിറ്റ് കടയൊക്കെ ഒഴിയേണ്ട അവസ്ഥയാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട്, കടയ്ക്കൊക്കെ അഡ്വാൻസ് കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് ആ ഒരു കട നടത്താൻ പറ്റാതെ വരുമ്പോൾ ചില ബിൽഡിംഗ് ഓണേഴ്സ് ഇവർക്ക് പണം തിരിച്ചു കൊടുക്കാതെ അവരെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഒക്കെ വരുമ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സൊല്യൂഷന് വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ ഉള്ള ഒരു പ്രത്യേക തരത്തിലുള്ള സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു സോൾവിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത്. അല്ലാതെ നമ്മുടെ മറ്റെന്തെങ്കിലും ദുരാഗ്രഹങ്ങൾ സാധിക്കാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ അങ്ങനെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു അങ്ങനത്തെ ഉള്ള ഒരു കാര്യത്തിനൊന്നും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല. ഇത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിന് എല്ലാ വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഉള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ശുദ്ധിയായിരിക്കുക. നിങ്ങൾ അതുപോലെ ശുദ്ധമാണ്, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റും എന്നുറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുക. ഒന്നാമത്തെ നോൺ വെജ് കഴിക്കാൻ പാടില്ല, ആ വീട്ടിലൊന്ന് വെച്ചിട്ടുണ്ടാവാൻ പാടില്ല. നിങ്ങൾ എല്ലാ വിധത്തിലും ശുദ്ധിയുമായിരിക്കണം. ഉണ്ടെങ്കിൽ മാത്രം നമുക്കിത് ചെയ്യാം. ഇതിന് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മഞ്ഞൾപ്പൊടിയാണ്. അതിപ്പോൾ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന കറിക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി ആകല്ല, നമ്മൾ പൂജക്കടയിൽ നിന്നാണ് പൂജാ മഞ്ഞൾപ്പൊടി എന്ന് പറഞ്ഞിട്ട് കിട്ടും. പിന്നെ വേണ്ടത് കുങ്കുമമാണ്. കുങ്കുമം എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ അർച്ചനയുടെ കണക്കനുസരിച്ചിട്ട് ഒരു 108 ജപിക്കുമ്പോൾ ഒരു 2 പാക്കറ്റ് അല്ല 2.5 പാക്കറ്റൊക്കെ വേണം. ഒരു പാക്കറ്റിന് ഒരു 15 രൂപ താഴെ വില വരുള്ളൂ, 12-15 ഒക്കെ വരുള്ളൂ. അപ്പോൾ അത് മേടിക്കുക. ഒരു 2-3 പാക്കറ്റൊക്കെ മേടിച്ചോളാം. നിങ്ങൾ ആദ്യമൊക്കെ ആണെങ്കിൽ കുറച്ച് ലേശം കൂടിയും കുറഞ്ഞും ഒക്കെ ആയിരിക്കും, പല പ്രാവശ്യമായിട്ടായിരിക്കും അർച്ചന ചെയ്യുന്നത്. പിന്നെ ആണെങ്കിൽ മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഒരു 100-150 ഗ്രാം, ഒരു 200 ഗ്രാമിൻ്റെ ഒരു മഞ്ഞൾപ്പൊടി മേടിക്കുക. കാരണം ഇത് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഇതിന് എത്രത്തോളം വലിപ്പം വേണം അല്ലെ അങ്ങനത്തെയൊക്കെ ഒരു സംശയം നമുക്കുണ്ടാകും. പക്ഷേ ഞാനിതിലൊരു ചിത്രം കാണിക്കാം, ഏകദേശം അതേപോലെ ചെയ്താൽ മതി. നമ്മൾ സാധാരണ ഓരോ രൂപങ്ങളൊക്കെ ഉണ്ടാക്കില്ല, അതായത് ഇപ്പോൾ ഓണത്തിൻ്റെ സമയത്ത് ഓണത്തപ്പനയൊക്കെ ഉണ്ടാക്കി ഒത്തിരി പൊക്കത്തിൽ വെക്കും. പക്ഷേ അതുപോലെ വേണ്ട, ഇത് ഒരു നമുക്ക് കാളിയുടെ ഷേപ്പിലൊന്നും മഞ്ഞപ്പൊടി കൊണ്ട് നമുക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഏകദേശം ഒരു ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കല്ലിനെ നമ്മൾ ഒരു വിഗ്രഹം പോലെ കൊത്തിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു ആകൃതി കിട്ടുമല്ലോ. പിന്നെ അതിൽ 2 കണ്ണും മൂക്കൊക്കെ വരച്ച് വയ്ക്കുകയാണ് സാധാരണ. അതേപോലെ ഒരു ആകൃതിയിൽ പിടിച്ചെടുക്കണം. അപ്പോൾ അത് പിടിച്ചെടുക്കുന്നത് വെറ്റിലയുടെ പുറത്തോ അല്ലെങ്കിൽ ആലിലയുടെയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിൻ്റെ പുറത്തായിരിക്കണം, ഇലയുടെ പുറത്തായിരിക്കണം. എങ്കിൽ വാഴയുടെ ഇല എടുക്കാം. വാഴയുടെ ഇലയിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് പിടിച്ചു വയ്ക്കാൻ പറ്റും. കാരണം ആലിൻ്റെ ഇലയും അതേപോലെ വെറ്റിലയൊക്കെ ചെറുതാകുമ്പോൾ അത് മഞ്ഞൾപ്പൊടിയൊക്കെ താഴെ വീഴുമോ അങ്ങനത്തെയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ വാഴയുടെ ഇലയിലാണെങ്കിൽ ഒരു 4 കിലോ മുറിച്ചെടുത്ത് നമുക്ക് നല്ല ധൈര്യമായിട്ടത് പിടിച്ചു വയ്ക്കാൻ സാധിക്കും. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുങ്കുമം പൊട്ടിച്ച് നമ്മുടെ ഒരു താലത്തിലിട്ട് വെച്ച്, പിന്നെ ഈ ഒരു പിടിച്ചു വെച്ച് നമ്മൾ ഭദ്രകാളിയാണെന്ന് സങ്കല്പിച്ചിട്ടാണ് പിടിച്ചു വെക്കുന്നത്. ആ പിടിച്ചു വെച്ചിരിക്കുന്ന മേലെ കുങ്കുമം വെച്ചിട്ട് പൊട്ട് തൊട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് 2 ചുമന്ന പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് ചുറ്റിനും നമുക്ക് പൂവൊക്കെ വയ്ക്കാൻ സാധിക്കുമെങ്കിൽ പൂവൊക്കെ വയ്ക്കുക.
ശേഷം അതിൻ്റെ കാൽച്ചുവട്ടിൽ ഭഗവതിയുടെ കാലാണ് നമ്മൾ സാധാരണ വിളക്കിൽ പൂജ കഴിക്കില്ല, അതേപോലെ തന്നെ ഭഗവതിയുടെ കാലാണെന്ന് സങ്കല്പിച്ച് അവിടെ കുറച്ച് നാണയത്തുട്ടുകളൊക്കെ ഇട്ട് വയ്ക്കാമെന്നല്ല, നമ്മൾ ഇട്ട് വയ്ക്കണം, അത് നിർബന്ധമാണ്. അപ്പോൾ ഇതൊന്നും നമ്മുടെ വീട്ടിലിപ്പോൾ ഇലയൊന്നും എടുക്കാൻ പറ്റിയ സാഹചര്യമല്ല, വിദേശത്തൊക്കെയാണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പൂജ കഴിക്കുന്ന തട്ടുണ്ടാവുമല്ലോ, താലം, ആ ഒരു താലത്തിൽ ചെയ്യാം. അതിപ്പോൾ ചെമ്പിൻ്റെ തന്നെ വേണമെന്നില്ല, സിൽവറിൻ്റെ ആണെങ്കിലും സിൽവറിൻ്റെയിലും ചെയ്യാം, യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ എടുത്ത് വയ്ക്കുക. ശേഷം നമ്മളൊരു വിളക്കൊക്കെ കത്തിച്ച് അതിനൊരു പ്രത്യേക സമയമുണ്ട്. പ്രത്യേക സമയം എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി, അതായത് തിങ്കളാഴ്ച ദിവസം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ തിങ്കളാഴ്ച ആണെങ്കിലും വേറെ ഏത് തിങ്കളാഴ്ചയാണെങ്കിലും രാത്രി 11:45 നമ്മളിത് ചെയ്യേണ്ടത്. അതിനു മുമ്പ് മറ്റൊരു സമയത്തും ചെയ്യാൻ പാടില്ല. ഇത് 11:45 വിളക്കൊക്കെ കത്തിച്ച് തുടങ്ങി നമുക്ക് നമ്മൾ 108 പ്രാവശ്യം ചൊല്ലി തീർക്കുമല്ലോ. ചൊല്ലി തീർത്ത് അർച്ചന കഴിയുമ്പോൾ നമുക്ക് അർച്ചന കഴിച്ച് ഒരു ആരതി കാണിച്ച് നമുക്ക് തൊട്ട് കുമ്പിട്ടിട്ട് പോയി കിടന്നുറങ്ങാവുന്നതാണ്. പിന്നെ പൂജയെല്ലാം കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഭക്ഷണം കഴിക്കരുത്. ഈ ഒരു സമയം നിങ്ങൾ നേദിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നേദിക്കാം. എല്ലാം ഇങ്ങനെ നമ്മൾ പൂജ കഴിച്ച് നമ്മുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ മാത്രം മതിയായിരിക്കും. അതിന് ശേഷം പിറ്റേ ദിവസം കാലത്ത് നമ്മൾ ഈ ഒരു മഞ്ഞളിൽ പിടിച്ച് വെച്ചിരിക്കുന്ന രൂപം എടുത്ത് അതിലെ കുങ്കുമം മാത്രം എടുത്ത് നമുക്കൊരു ഡെപ്പിയിലിട്ട് അടച്ച് വയ്ക്കാം. നമുക്ക് ഡെയിലി അത് യൂസ് ചെയ്യാനായിട്ട്. ബാക്കി വരുന്ന ആ മഞ്ഞളിൻ്റെ ഒരു വിഗ്രഹം നമ്മളാക്കി എടുത്തിട്ടുണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിൽ കലക്കി നമ്മുടെ പൂമുഖത്തൊക്കെ തളിക്കാം. അതുപോലെ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ കലക്കി മുഖം കഴുകാം. കുളിക്കുന്ന വെള്ളത്തിൽ ശകലം ഇട്ടിട്ട് കുളിക്കാം. പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഒഴിച്ചിട്ട് കുളിക്കുകയും അതുപോലെ തന്നെ തലയ്ക്ക് തളിക്കുകയും വീടിന് ചുറ്റും തളിക്കുകയൊക്കെ ചെയ്യുക. ഇതൊക്കെ തളിക്കുമ്പോൾ നമ്മളൊരു കാര്യം, നമ്മുടെ ബാത്റൂമിലാണ് കുളിക്കുന്നത് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്താ പറയുക, വേസ്റ്റിലാവരുത്. അതായത് ക്ലോസറ്റിലൊന്നും ആ വെള്ളം പോകാൻ പാടില്ല. പിന്നത്തെ കാര്യം, നമ്മൾ മുറ്റത്തൊക്കെ തളിക്കുമ്പോൾ മുറ്റമൊക്കെ നല്ല ശുദ്ധിയുള്ള സ്ഥലത്ത് മാത്രം തളിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലാരെങ്കിലും വയ്യാതെ എന്തെങ്കിലും രോഗമൊക്കെ ബാധിച്ച് ഇരിപ്പ് രോഗിയോ കിടപ്പ് രോഗിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെള്ളം അവരുടെ തലയ്ക്ക് തളിക്കുമ്പോൾ തന്നെ അവരുടെ ശരീരത്തിൽ വല്ലാത്ത രീതിയിൽ വൈബ്രേഷൻ ഉണ്ടായി അവർക്കൊരു നല്ലൊരു അനുഭവം ഉണ്ടാകും. അത് പിന്നെ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ സുഖപ്പെടും. അങ്ങനെ അതുപോലെ അത്ഭുത ശക്തിയുള്ളതാണ് ഈ ഒരു മഞ്ഞൾ. ആ ഒരു മഞ്ഞൾ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെള്ളത്തിനുള്ളത്. അപ്പോൾ അത് ശുദ്ധവൃത്തിയോടുകൂടി ഉപയോഗിക്കാൻ പറ്റുന്നവർ ഉപയോഗിക്കുക. ഇല്ലാത്ത പക്ഷം നിങ്ങൾ നിങ്ങളുടെ പ്രധാന വാതിലിന് ചുറ്റും മാത്രം തളിച്ചിട്ട് ശേഷം ആരും ചവിട്ടാത്ത ഒരിടത്ത് ആ വെള്ളം ഒഴിച്ച് കളയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്താൽ മതി. നിങ്ങൾക്കിനി ഇത് ചെയ്യുമ്പോൾ എനിക്കിത് പൂർണ്ണമായിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് കിട്ടുമെന്ന് വിചാരിച്ച് തന്നെ ചെയ്യും. എനിക്ക് സംശയത്തോടെ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടും ഫലമില്ല. പക്ഷേങ്കിൽ എനിക്കിത് ഭയങ്കരമായിട്ട് വിശ്വാസമാണ്. എനിക്കത് പല പ്രാവശ്യം എന്നെ രക്ഷിച്ചിട്ടുമുണ്ട്. കണ്ടിന്യൂസ് എന്നെ തുടർന്ന് എല്ലാ കാര്യത്തിലും സംരക്ഷിക്കുന്നുള്ളതുകൊണ്ട് എനിക്കത് വിശ്വാസമുണ്ട്. ഇനി ഇതൊക്കെ വെറുതെയാണ്, വിശ്വാസം ഇല്ലാത്തവർ പറയും വെറുതെയാണ്, ഇതൊക്കെ കൊണ്ട് കാര്യം നടക്കുമെന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഒരു 2-3 തിങ്കളാഴ്ച കണ്ടിന്യൂസ് ചെയ്തു വരണം. ഈ പറയുന്ന ടൈമിലൊന്നും വ്യത്യാസം ഉണ്ടാവരുത്. ശുദ്ധവൃത്തി പാലിക്കണം. ഇതൊക്കെ പാലിച്ച് കണ്ടിന്യൂസ് നിങ്ങൾ ചെയ്തു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇനി ഇത് ചെയ്യേണ്ട സമയത്ത് ജപിക്കേണ്ട ഒരു മന്ത്രമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുർഗതി നാശിനി. ഇത്രയും മാത്രം ജപിച്ചാൽ മതി. ദുർഗതി നാശിനി. നമ്മുടെ ആ ഒരു മോശം കാലത്തിനെ, മോശ സമയത്തിനെ, മോശ അവസ്ഥകളെയൊക്കെ ഇല്ലാതെയാക്കൂ എന്നാണ് അതിലൂടെ പറയുന്നത്. അതിവിടെ ഡിസ്ക്രിപ്ഷനിൽ എഴുതി ചേർത്തേക്കാം. പിന്നെ ഇത് ചെയ്യുമ്പോൾ രാവിലെയോ അന്നത്തെ ദിവസമോ ഒന്നും നോൺ വെജ് ഭക്ഷണം കഴിച്ചിട്ട് ചെയ്യരുത്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ നോണൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ചിട്ട് മാത്രം ചെയ്യുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളൂ പെട്ടെന്ന് തന്നെ. അതിന് ശേഷം നമ്മൾ ഈ വെറ്റില ഇലയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഇലയെ അതുപോലെ തന്നെ അത് ചവിട്ടടുത്ത ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നിക്ഷേപിച്ചാൽ മതി. ഇനി നമ്മൾ അവിടെ ഭഗവതിക്ക് കീഴെ സങ്കല്പിച്ച് വെച്ചിട്ടുള്ള ചില്ലറ പൈസ ഉണ്ടല്ലോ, ആ ചില്ലറ പൈസ എടുത്തിട്ട് നമ്മൾ ഉപയോഗിക്കാത്ത, അതായത് നമ്മുടെ പണപ്പെട്ടിയിൽ നമ്മൾ ഉപയോഗിക്കാതെ ഒരു ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് ഇത് സൂക്ഷിച്ചാൽ മതി. ഇത് ഉപയോഗിക്കണ്ട. അതുപോലെ തന്നെ ഈ ഒരു ചില്ലറ പൈസ ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു ആഴ്ച ഇതുപോലെ പൂജ കഴിക്കുന്നുണ്ടെങ്കിൽ ആ സെയിം ചില്ലറ പൈസ തന്നെ എടുത്ത് വെച്ചാൽ മതി. അതേപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കുങ്കുമം വാങ്ങണമെന്ന് നിർബന്ധമില്ല. നമ്മളിപ്പോൾ എടുത്തിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കുങ്കുമം ഉണ്ടല്ലോ, ആ കുങ്കുമം തന്നെ എടുത്തിട്ട് ഇതുപോലെ 108 പ്രാവശ്യം അർച്ചന കഴിച്ചാൽ മതിയായിരിക്കും.
പിന്നെ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികളോട് പോലും നിങ്ങളിങ്ങനെ ഒരു കർമ്മം ചെയ്തിട്ടുണ്ട് ഇന്ന ഒരു കാര്യത്തിന് വേണ്ടി. അപ്പം നിങ്ങളുടെ സുഹൃത്തുക്കളായിക്കോട്ടെ, നിങ്ങൾ പെട്ടെന്ന് സംസാരിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയൊക്കെ വായിന്ന് വരും. പക്ഷെ അതൊന്ന് ശ്രദ്ധിക്കുക, ആരോടും ഇത് പറയാൻ പാടില്ല. പിന്നത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ നിങ്ങൾ രാവിലെയും വൈകിട്ടും ഒക്കെ കുളി കഴിയുന്ന സമയത്ത് ഈ ഒരു ഈ ഒരു മന്ത്രം ദുർഗതി നാശിനി, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മന്ത്രം എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ദുർഗയുടെ ധ്യാനം ജപിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ദുർഗയെ ഭഗവതി ദുർഗതി നാശിനി എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു വാക്കിന് അത്രത്തോളം ശക്തിയുണ്ട്. ഈ ഒരു വാക്ക് നിങ്ങൾക്ക് പറ്റുമ്പോഴൊക്കെ കുളി കഴിയുന്ന സമയത്ത് ഇത് ചൊല്ലാവുന്നതുമാണ്. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചേക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും നന്ദി, നമസ്കാരം.